ഹലോ, ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനലിൻ്റെ പേര് സ്വിഫ്റ്റ് സഞ്ചാരി. ഞാനും ഒരു കുളങ്ങര. എൻ്റെ പേര് ടോം ജോസ് കുളങ്ങര. ഇന്ന് സഞ്ചാരത്തെക്കുറിച്ചുള്ള വീഡിയോ അല്ല, മറിച്ച് സഞ്ചാരം പിടിക്കുന്ന ഒരു കുഞ്ഞൻ ക്യാമറയെക്കുറിച്ചുള്ള വീഡിയോയാണ് ചെയ്യുന്നത്. വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 4Kയിൽ എടുക്കാവുന്ന ഒരു നല്ല കുഞ്ഞൻ ക്യാമറയാണ്, അതും ജിംബലോട് കൂടിയ DJI Osmo Pocket 3. ഇതാണ് ഈ സാധനം. നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രിയേറ്റർ കോംബോ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതിൻ്റെ പോക്കറ്റ് 2 ഉപയോഗിച്ചിരുന്നു. അത് വളരെ നല്ലൊരു ക്യാമറ ആയതുകൊണ്ടാണ് ഞാൻ ഈ പോക്കറ്റ് 3 വാങ്ങാൻ കാരണം. വളരെ കുറഞ്ഞ സ്പേസിലൂടെ നമുക്ക് വിശാലമായ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി നല്ലൊരു ക്യാമറയാണ്. അത് കാറിലായാലോ ബൈക്കിലായാലോ അതോ ഫ്ലൈറ്റിനുള്ളിലായാലോ ചെറിയൊരു വിൻഡോയുടെ ഉള്ളിൽ കൂടിയോ ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്യാമറയാണിത്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് നോക്കാം. ഇത്രയും സാധനങ്ങൾ ഇതിനുള്ളിലുണ്ടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് പൊതി അഴിച്ച് നോക്കാം. അപ്പോൾ പൊതി അഴിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഇനി ഓരോന്നായിട്ട് നമുക്ക് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ പുറത്തെടുക്കുമ്പോൾ ഇങ്ങനൊരു ബോക്സ്, പിന്നെ വേറൊരു ബോക്സ്, പിന്നെ ഇതിനുള്ളിൽ കുറച്ച് അവരുടെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഇതിനകത്ത് എന്തുള്ളതെന്ന് നോക്കാം. ഇതതിൻ്റെ കവറാണ്. സോ നല്ലൊരു കവറിൽ ഭംഗിയായിട്ട് എല്ലാം എടുത്തു വയ്ക്കാം. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും. ഇതാണ് നമ്മുടെ സാധനം, കുഞ്ഞൻ ക്യാമറ. 4Kയിൽ വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ക്യാമറയാണിത്. ബാറ്ററി, ഇത് ചെറിയൊരു കവറ്, അതിൻ്റെ അടിയിലുള്ളൊരു കവറ്. വേണ്ട, ഓരോ കള്ളികളിലും ഓരോ സാധനങ്ങളാണ്. മൈക്ക് തന്നിട്ടുണ്ട്, അത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഉള്ള ഒരു മാഗ്നറ്റ്, അതിൻ്റെ വിൻഡ് ഇത് ചെയ്യുന്ന ഒരു സാധനം, പിന്നെ വൈഡ് ആംഗിൾ എടുക്കാനായിട്ട് ഒരു ലെൻസ്, ഒരു ട്രൈപോഡ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, ഭംഗിയുണ്ട്, സ്റ്റേബിളാണ്. പോക്കറ്റ് 2 വളരെ ചെറിയൊരു ട്രൈപോഡാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഭംഗിയുണ്ട്. ഇത് അടിയിൽ ഇതിങ്ങനെ ജോയിൻ ചെയ്യാവുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിപ്പിക്കാം. അതുപോലെ തന്നെ ഈ ബാറ്ററിയും ഇത് സെയിമായിട്ട് പിടിപ്പിക്കാം. ഇനി ഒരു കേബിളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ കിട്ടിയിരിക്കുന്നത്. പോക്കറ്റ് 2 അപേക്ഷിച്ച് 3യുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കൂടി നോർമൽ വ്ളോഗ് വീഡിയോസും എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഷോർട്ടും റീലും എടുക്കാം. അല്ല, നേരെ മറിച്ച് നമുക്കൊരു വ്ളോഗാണ് ചെയ്യേണ്ടതെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി. ഷോർട്ട് റീലൊക്കെ എടുക്കാൻ ഇങ്ങനെ, നോർമൽ വ്ളോഗ് വീഡിയോസ് എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതാണ് 2നെ അപേക്ഷിച്ചുള്ള ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇതിന് ഏകദേശം നാട്ടിലെ പൈസ പറയുകയാണെങ്കിൽ 60,000 രൂപയോടത്തോളം ആവും. ജിംബൽ അടക്കമുള്ള ക്യാമറ ആയതുകൊണ്ട് കൊണ്ടു നടക്കാനുള്ള സൗകര്യം കൊണ്ടും ഇത് വളരെ നല്ലൊരു ക്യാമറയാണ്. വ്ളോഗ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ക്യാമറയാണെന്ന് നിസ്സംശയം പറയാം. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് 3, ഇതാണ് 2. 2ന് കുറച്ചുകൂടി കനം കുറവ് പോലെ തോന്നുന്നുണ്ട്. 3ക്ക് 2നെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിപ്പമുണ്ട്. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയൊക്കെ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. ഇനിയുള്ള വീഡിയോകൾ ഇത് വെച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.